വിചിത്രങ്ങളായ സസ്യങ്ങളെ കൊണ്ട് സുന്ദരമാണ് നമ്മുടെ ഭൂമി. കണ്ടില്ലേ, ഇതാണ് പിച്ചർ പ്ലാൻ, ഇരപിടിയൻ സസ്യം. ഇവ മാംസഭുക്കുകളാണ്. നല്ല വിശാലമായ ഇലകളാണ് എങ്കിലും ഇവയ്ക്ക് നല്ല ഭംഗിയുള്ള പൂക്കളെപ്പോലെ തോന്നിപ്പിക്കുന്ന കുഞ്ഞു സഞ്ചിയുമുണ്ട്. തുറന്നിരിക്കുന്ന അടപ്പോട് കൂടിയ കുഞ്ഞു സഞ്ചി. ഈ സഞ്ചിക്കകത്ത് ഒരു സ്രവമുണ്ട്. അതിനാകട്ടെ പൂക്കളുടെ ഗന്ധവുമാണ്. ഈ സ്രവത്തിൻ്റെ ഗന്ധത്താൽ ആകർഷിക്കപ്പെടുന്ന പ്രാണികൾ ഈ സഞ്ചിക്കരികെ വരും. ഈ സഞ്ചിക്കകത്തേക്ക് വീണ് കഴിഞ്ഞാൽ ആ സ്രവം ഇതിനെ ദഹിപ്പിച്ചു കഴിയും. അങ്ങനെ ഈ ചെടിക്ക് ആവശ്യമായ പോഷകങ്ങളെല്ലാം തന്നെ ലഭ്യമാകുന്നു. എന്ത് വിചിത്രമാണല്ലേ നമ്മുടെ ഭൂമി. പിച്ചർ പ്ലാന്റുകൾ അല്ലെങ്കിൽ നമ്മുടെ ഇരപിടിയൻ സസ്യങ്ങൾ പല വിധത്തിലുണ്ട്, പല നിറത്തിലും വർണ്ണത്തിലുമുണ്ട്. ഇതുകൂടാതെ ഇത് ചെറിയ പ്രാണികളെ കഴിക്കുന്നത് മുതൽ കുറച്ചും കൂടി വലുതായ ജീവികളെ കഴിക്കുന്ന ഇരപിടിയൻ സസ്യങ്ങൾ കൂടി ഇപ്പോൾ കാണുന്നുണ്ട്. ഇവിടെ ലഭ്യമാകുന്ന നമ്മൾ ഭാരതത്തിൽ കൂടുതലായിട്ടും ഈ നെപ്പന്തസ് കുടുംബത്തിൽപ്പെട്ട സസ്യങ്ങളാണ് കാണുന്നത്. കണ്ടില്ലേ, ഭംഗിയുള്ള സസ്യമാണ്. നമുക്ക് ഭംഗിക്കായി വളർത്താം. ഒപ്പം കുട്ടികൾക്ക് ഇതൊരു അത്ഭുതവുമാണ്. ഭൂമി വിചിത്രങ്ങളായ സസ്യങ്ങളെ കൊണ്ടും ജീവികളെ കൊണ്ടും നിറഞ്ഞതാണ് എന്ന് കുട്ടികൾക്ക് മനസ്സിലാവാനായിട്ട് ഇത്തരം സസ്യങ്ങൾ വളരെ നല്ലതാണ്. വിചിത്രരായ മനുഷ്യരുടെ ഇടയിൽ വിചിത്രങ്ങളായ സസ്യങ്ങൾ അങ്ങനെ പറയുന്നതാണ് ഏറ്റവും കേമം എന്ന് തോന്നുന്നു.